ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 7 മണിയായി കാണും. 8:20 ആകുമ്പോൾ ലിയാമോൾക്ക് കുഞ്ഞാപ്പനും പള്ളിയിലേക്ക് പോകണം കേട്ടോ. സൺഡേ ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്കുള്ള ചായ വയ്ക്കാനായിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. കുഞ്ഞാപ്പും ലിയാമോളും ഇച്ചായനൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോഴേക്കും കേട്ടോ അറിയുന്നത് രാത്രിയിൽ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും മുറ്റമൊക്കെ നനഞ്ഞു കിടക്കുന്ന കണ്ടാണ് അറിയുന്നത് കേട്ടോ മഴയുള്ള കാര്യം. തലേ ദിവസം അലക്കി വെച്ചിട്ടുണ്ടായിരുന്ന തുണികളൊന്നും തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റാൻഡിന്മേൽ തന്നെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് വെയിൽ കാണുമ്പോഴേക്കും ഒന്ന് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അങ്ങനെ ജനാലയൊക്കെ തുറന്നിട്ടു. ആ കാണുന്ന ബൈക്ക് കണ്ടു, അത് ലിയാമോൾക്ക് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ആങ്ങളെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ അതൊട്ടും മറക്കാവുന്നില്ല. 2 പേരും കാല് വെച്ചിട്ട് ഉന്തിയിട്ടാണ് അത് ഓടിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. അങ്ങനെ ചായപ്പൊടിയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഒരു ഗ്ലാസ് അമ്മൂമ്മയ്ക്ക് മധുരം വിടാതെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞാപ്പിനെയൊക്കെ ഞാൻ വിളിച്ചുണർത്തുന്നുണ്ട്. അങ്ങനെ വെയിലൊക്കെ കണ്ടപ്പോഴേക്കും തലേ ദിവസം അലക്കി വെച്ചിട്ടുണ്ടായിരുന്ന തുണികളൊക്കെ ഒന്ന് ഞാൻ പുറത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടിനായിട്ട് ഡയാനയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ബ്രെഡും ബീഫും ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ബീഫും ബ്രെഡൊക്കെ ഇനി മേടിക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പനെ ലിയാമോളെയും പള്ളിയിൽ കൊണ്ട് ആക്കിയിട്ട് വരുന്ന വഴിക്ക് മേടിച്ചിട്ട് വരാമെന്നാണ് ഇച്ചായൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലിയാമോളും കുഞ്ഞാപ്പും ഒക്കെ പോവുകയാണ് കേട്ടോ. കുഞ്ഞാപ്പു ആണെങ്കിൽ ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് ചേച്ചിനെയും കാത്ത്. അങ്ങനെ അവർ 2 പേരും പള്ളിയിലേക്ക് പോയി. ഇച്ചായം കൊണ്ടുപോയി ആക്കിയിട്ട് വരുന്ന വഴിക്ക് ബീഫൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീഫിൻ്റെ മസാലയും ഉരുളക്കിഴങ്ങും പച്ചമുളകും ബ്രെഡും ബീഫും അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫാണെങ്കിൽ മുറിച്ചിട്ടാണ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 1-2 ബീഫൊക്കെ മാത്രം കുറച്ച് വലുതായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൈയോടെ തന്നെ അരിഞ്ഞ് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൊരു വലിയ നെയ് കഷ്ണം ഉണ്ടായിരുന്നു. അതും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിടുന്നുണ്ട്. എൻ്റെ ചെറിയ കത്തി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബീഫൊക്കെ വേവിച്ച് മാറ്റുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ ബീഫിൻ്റെ. അതിലേക്ക് കുറച്ച് കാബേജും കൂടി അരിഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കും എൻ്റെ പിള്ളേർക്കൊക്കെ അങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബീഫൊക്കെ കഴുകി വാരി കുക്കറിലേക്ക് എടുത്തിടുന്നുണ്ട്. അതിലേക്ക് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, പച്ചമുളക് എല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീഫിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞെടുക്കണേ കേട്ടോ. പച്ചക്ക ഉണ്ടെങ്കിൽ നല്ല കുറച്ചും കൂടി എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പച്ചക്ക എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് വേഗം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ സവാള വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സവാള ഒരു ബ്രൗൺ കളറായി വന്നപ്പോഴേക്കും മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കും ഞാൻ അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുറുകി വരട്ടെ. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാനൊന്ന് ബീഫിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണുന്ന പോലെയൊന്നും അല്ല, നല്ല കളറുണ്ട്. അങ്ങനെ ബീഫൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. ചായ വെച്ച പാത്രവും അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കൈയോടെ കഴുകി മാറ്റിയെടുക്കുന്നുണ്ട്. ഒപ്പം ഞാൻ ആ സ്ലാവ് അതായത് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡിയായി വന്നപ്പോഴേക്കും ഞാൻ അമ്മൂമ്മയ്ക്ക് ബ്രെഡും ബീഫും കഴിക്കാനായിട്ട് കൊടുക്കണേ കേട്ടോ. കാരണം അമ്മൂമ്മ മരുന്നൊക്കെ കഴിക്കണമല്ലേ. അപ്പോൾ ഇപ്പോൾ കുറച്ച് വൈകി ബീഫൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും.
വീഡിയോയും കൂടി എടുക്കുന്ന കൊണ്ടിട്ട് ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദേ അമ്മൂമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുവാണ്. അങ്ങനെ ദേ അമ്മൂമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം ഞാൻ റൂമിലേക്ക് വന്നിട്ടുണ്ട്. കട്ടിലൊക്കെ ഒന്ന് കൊട്ടിക്കൊടഞ്ഞ് അവർ ലിയാമ്മളും കുഞ്ഞാപ്പും മാറിയ ഡ്രസ്സൊക്കെ കട്ടിലുണ്ടായിരുന്നു. പിന്നെ തയ്യൽ മെഷീനത്തിൻ്റെ പുറത്തും കുറേ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. അവരുടെ ടോയ്സ് ആയിരിക്കും മൊത്തം കട്ടിലേലും ടേബിളിലും ഒക്കെ. അത് കഴിഞ്ഞതേ ഞാൻ ഡൈനിങ് ടേബിളൊക്കെ തുടക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഡൈനിങ് ടേബിളിലാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ബിസ്ക്കറ്റിൻ്റെ പാത്രം, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ജഗ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേശപ്പുറത്ത് ഉണ്ടാവും കേട്ടോ. അതവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബാക്കിയുള്ളതൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട്. കഞ്ഞിക്കിടാനായിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ കഞ്ഞിക്കിടുന്നത്. അപ്പോൾ ദേ അടുപ്പിലേക്ക് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഒപ്പം നമുക്ക് അരിയും കൂടി കഴുകിയിടാം കേട്ടോ. അപ്പോൾ ഈ പള്ളിയിൽ പോയ ആൾക്കാരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. പിള്ളേരുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, സമയം പോകുന്നതേ അറിയത്തില്ല. 2 പേരും തല്ലിപിടുത്തത്തിൻ്റെ ഉസ്താദാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തൂത്ത് തുടച്ചൊക്കെ ഇടുന്നുണ്ട്. പെരടകൊക്കെ ഒന്ന് തൂത്ത് തുടച്ചൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നിറച്ച് ടോയ്സ് ആയിരിക്കും കേട്ടോ. ആ മേശപ്പുറത്തും താഴത്തും ഒക്കെ പിള്ളേരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ ഒതുക്കിപ്പെറുക്കി വെക്കും. ഒരറ്റത്തു നിന്ന് അതുങ്ങളും ഓരോ സാധനങ്ങൾ നിരത്തിപ്പെറുക്കി ഇടാൻ തുടങ്ങും. അങ്ങനെ ഞാൻ അവിടെയൊക്കെ തുടച്ചൊക്കെ ഇടുന്നുണ്ട്. അവനൊക്കെയാണെങ്കിൽ നമ്മൾ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവൻ കൂട്ടിലൊന്നും കിടക്കത്തില്ല. അവൻ കിടക്കുന്ന സ്ഥലം സിറ്റ് ഔട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടിക്കുന്ന സമയത്ത് ഡയാന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഡയാനയുടെ രോമമാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അവിടെ നിറച്ച് പാറിപ്പറന്ന് നടക്കും കേട്ടോ. രോമമൊക്കെ കുറേ കൊഴിയുന്നുണ്ട്. അങ്ങനെ ഡയാന അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞാപ്പൂൻ്റെയും ലിയാമ്മളുടെയും കളിക്കൂട്ടുകാരത്തിയാണ് നമ്മുടെ ഡയാന എന്ന് പറയുന്നത്. അവൻ ചെറുതായത് കാരണം അവർക്ക് 2 പേർക്കും കളിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡയാനനെ. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ആ മേശപ്പുറത്തൊക്കെ ഇരിക്കുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെക്കുമ്പോഴേക്കും അതുങ്ങൾ പിന്നെയും കൊണ്ടുവന്ന് നിരത്തിയിടും. അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കൊട്ടിക്കൊടഞ്ഞൊക്കെ വിരിച്ചൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.